അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്, ആ പരിശുദ്ധമായ ഖുർആനിലെ ഏതെങ്കിലും ഒരു ആയത്ത് പഠിച്ചിട്ട് മറന്നു കളഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മദ്രസയിൽ പഠിക്കുന്ന കാലത്ത് ഒരുപാട് സൂറത്തുകൾ പഠിച്ചവരാണ്, ഒരുപാട് ആയത്തുകൾ പഠിച്ചവരാ. ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മളിൽ പലർക്കും അതൊന്ന് ഓതിയെടുക്കാനുള്ള മനസ്സ് പോലുമില്ലല്ലോ, നമുക്കതിനുള്ള സമയമില്ലല്ലോ, നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആനാണ്, അത് അല്ലാഹുവിന്റെ കലാമാണ്. അതിനെ ആദരിക്കണമല്ലോ, ബഹുമാനിക്കണമല്ലോ, അതിന് നൽകേണ്ട സ്ഥാനം നൽകണമല്ലോ. നമ്മളിൽ പലരും അത് നൽകാതെ വരുമ്പോ പഠിച്ചവനെ മുസ്ലിമാണെന്ന് പറഞ്ഞു ഞാനും നിങ്ങളും നടക്കുകയാണ്. ആ ഖുർആനിനോടുള്ള ബന്ധം നമ്മളിൽ പലർക്കുമില്ലല്ലോ. ആ ഖുർആൻ എന്താണെന്ന് നമുക്കിതുവരെ തിരിഞ്ഞിട്ടില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിയൻ മിൻ ഖസിയത്തില്ലാഹ്. ഞാനും നിങ്ങളും പരിഗണിക്കാത്ത, നമ്മൾ നിസാരമായി കാണുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ എങ്ങാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പർവ്വതത്തിന്റെ മുകൾ തട്ടിലാണ് ഇറക്കിയിരുന്നതെങ്കിൽ, പടച്ചവനെ, ആ ഖുർആൻ ഇറങ്ങിയത് കാരണം പേടിച്ച് വിറച്ചുകൊണ്ട് ആ പർവ്വതങ്ങൾ പോലും അവിടെ നിന്ന് ധൂളികളായി പോകുമായിരുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഖുർആൻ ഓതാൻ അറിയാത്തവരാണ്. നമ്മളിൽ പലർക്കും ഖുർആൻ ഓതാൻ അറിയില്ലല്ലോ, പഠിച്ചിട്ടില്ലല്ലോ, അതിനു സമയമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ ഓതുന്നവനെ കുറിച്ചല്ല, പഠിക്കുന്നവനെ കുറിച്ചല്ല, പഠിക്കാത്തവനെ കുറിച്ചല്ല, ആ ഖുർആൻ അനുസരിച്ച് കൊണ്ട് ജീവിക്കാത്തവനെ കുറിച്ചല്ല. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓതിയില്ലെങ്കിലും കേൾക്കുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ കലാം കേൾക്കാത്ത ഒരു മനുഷ്യനുമില്ല, അല്ലാഹുവിന്റെ ഖുർആൻ കേൾക്കാത്ത ഒരു പെണ്ണുമില്ല. എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാണല്ലോ. പഠിച്ചവനെ, പള്ളിയിൽ ഉസ്താദന്മാര് പറഞ്ഞു തരുമല്ലോ, എനിക്ക് വഅദ് പറഞ്ഞ തങ്ങൾ ഉൾപ്പെടെ എല്ലാവരും അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി തരുമല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേട്ടിട്ട് പരിഗണിക്കാത്ത മനുഷ്യ, നിസാരമാക്കി തള്ളിക്കളയുന്ന മനുഷ്യ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ അവഗണിക്കുന്നവര്, അല്ലാഹുവിന്റെ ഖുർആൻ മരണത്തെ കുറിച്ച്, ഖബറിനെ കുറിച്ച്, നരകത്തെ കുറിച്ച്, പരലോകത്തെ കുറിച്ച്, സിറാത്തിനെ കുറിച്ച്, മീസാനിനെ കുറിച്ച്, നരകത്തിന്റെ തട്ടുകളെ കുറിച്ച്, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച്, നരകത്തിലെ പാനീയത്തെ കുറിച്ച് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ ഇങ്ങനെ ഓതി തരുമ്പോ അത് കേട്ട് നിസാരമാക്കി കളയുന്ന മനുഷ്യ, നിനക്ക് അല്ലാഹു തരുന്ന ശിക്ഷ എന്തെന്നറിയോ? നിനക്ക് വേണ്ടി പടച്ച റബ്ബ് ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ എന്താണ്? ഈ ദുനിയാവിലും ആഖിറത്തിലും നിനക്കുണ്ടാകുന്ന നഷ്ടത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവനോ പഠിക്കാത്തവനോ ഓതാത്തവനോ ഒന്നുമല്ല വിഷയം. അല്ലാഹുവിന്റെ ഖുർആൻ കേട്ടിട്ട് കേൾക്കാത്ത ആരുമില്ലല്ലോ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇപ്പൊ തങ്ങള് തന്നെ ഖുർആനിൽ എത്ര ആയത്ത് നിങ്ങളുടെ മുന്നിൽ ഓതി തന്നു, അർത്ഥവും പറഞ്ഞു തന്നു. ഞാനും നിങ്ങളും എല്ലാവരും ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുന്നവരാ. ഈ ആയത്ത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയുന്നവരാ നമ്മൾ, ഹൃദയം കൊണ്ട് ചിന്തിക്കാറില്ല. അപ്പൊ അല്ലാഹുവിന്റെ കലാമ് കേട്ടിട്ട് അതിനെ അവഗണിക്കുന്ന മനുഷ്യന് ഈ ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തരുന്ന ശിക്ഷ ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. കള്ളുകുടിയന്റെയും വ്യഭിചാരിയുടെയും പലിശ തിന്നുന്നവന്റെയും നിസ്കരിക്കാത്തവന്റെ ഒന്നുമല്ല ഞാൻ പറയണേ, ഖുർആൻ കേട്ടിട്ട് അതിനെ അവഗണിക്കുന്നവൻ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ഇതുവരെ ഖുർആൻ കേട്ടിട്ടില്ലെങ്കിലും 10 ആയത്ത് ഞാൻ എണ്ണി ഓതിത്തരാം. ഞാനിപ്പോ ഓതാൻ പോകുന്നത് ഇന്നൊറ്റ ഹദീസ് പോലും ഞാൻ പറയൂല.
ഇന്നത്തെ വയലിൽ ഒരു ഹദീസും ഇല്ല. ഖുർആനിലെ 10 ആയത്തുകൾ ഞാൻ ഓതിത്തരാം, കേട്ടോ. ഇപ്പൊ കേൾക്കാൻ പോവില്ലേ? കേട്ടോ. ഈ ആയത്ത് നീ അവഗണിച്ച നിന്റെ ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ശിക്ഷ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമുക്ക് നിസ്സാരമാ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് ഖുർആൻ നിസ്സാരം, അത് പിരിക്കാനുള്ളതാണെന്നാ നീ വിചാരിച്ചേ. ഉസ്താദന്മാർക്ക് മാത്രമുള്ളതാണെന്നാ പലരും വിചാരിച്ചേ. എങ്കിൽ കേട്ടോ, ഒന്നാമത്തെ ശിക്ഷ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് കേട്ടിട്ട് അതിനെ നിസ്സാരമാക്കി കളയുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? പേടിക്കണം ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, വല്ലാതെ ഭയപ്പെടണം പൊന്നുമോളെ. ഒന്നാമത്തെ ആയത്ത് എന്തെന്നറിയുമോ? വമൻ അദ്ലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബിഹി ഫഅറദ അൻഹാ വനസിയ മാ ഖദ്ദമത് യദാ. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിന്റെ അവസാനം എടുത്തു നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ കലാബ് പറയുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? ഈ ദുനിയാവിൽ അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? വഇൻ തദഊഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറഞ്ഞതാ. എന്റെ സദസ്സിലിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറയുന്ന, തങ്ങള് 55ഉം 60ഉം വയസ്സുള്ള മുടി നരച്ചു പോയി എന്റെ വാപ്പ നന്നാകാനൊന്ന് ദുആ ചെയ്യണേ. ഉസ്താദന്മാരുടെ മുന്നില്, തങ്ങളുടെ മുന്നിൽ വന്നിട്ട് സ്വന്തം മക്കള് പറയുകയാ, എന്റെ ഉപ്പയ്ക്ക് 65 വയസ്സായി, ഒരു വഖത്ത് പോലും നിസ്കരിക്കുന്നില്ല ഉസ്താദ്, എന്റെ ഉപ്പ നന്നാകുന്നില്ല, അല്ലാഹുവിനെ ഭയമില്ലാതെ ജീവിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ വാപ്പയൊന്ന് നന്നാകണമെന്ന് ദുആ ചെയ്യണമെന്ന് പറയുന്ന മക്കളുടെ കാലമാ. 50ഉം 60ഉം 65ഉം 70ഉം വയസ്സുള്ള ഉമ്മയുണ്ടല്ലോ, മഗ്രിബ് കഴിഞ്ഞാൽ പരിശുദ്ധമായ ഖുർആൻ ഓതി ദിക്ർ പറയേണ്ട സമയത്ത് സീരിയലിന്റെ മുന്നിലിരിക്കുകയാണ്, ടിവിയുടെ മുന്നിലിരുന്ന് സീരിയല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വയസ്സാ കാലമായി ഖബറിലേക്ക് കാല് നീട്ടി വെച്ചിരിക്കുകയാണ്. നന്നാകുന്നില്ലല്ലോ, മതാ ശരീരം മറയ്ക്കുന്നില്ലല്ലോ, നാവിന് വല്ലാത്ത നീളമാണല്ലോ. അഹങ്കാരിയെ പോലെ ധിക്കാരിയെ പോലെ പടച്ചറപ്പിനെ മറന്ന് നടക്കുന്ന ഉമ്മയെ കണ്ടിട്ട് സ്വന്തം മകള് പോലും ചിന്തിക്കുന്നു, അല്ലാ, എന്റെ ഉമ്മ നന്നാകാത്തതിന്റെ കാരണമെന്താ? എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, 18 വയസ്സുള്ള പെൺകുട്ടിയതാ അമുസ്ലിമായ ചെറുപ്പക്കാരന്റെ കൂടെ പ്രണയമാവുകയാ, ഒളിച്ചോടുകയാ. അവസാനം പിടിച്ചു കൊണ്ടുവന്നു, വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. വാപ്പയും ഉമ്മയും തല്ലി നോക്കി, ഉപദേശിച്ചു നോക്കി, സ്നേഹത്തോടെ പറഞ്ഞു നോക്കി, സെന്റിമെന്റ്സ് അടിച്ചു നോക്കി. പടച്ചവനെ എന്തെല്ലാം പറഞ്ഞു നോക്കുകയാണ്. അടിച്ചു നോക്കിയിട്ട് അവളുടെ തീരുമാനത്തിന് മാറ്റമില്ല, ഉപദേശിച്ച് നോക്കിയിട്ട് മാറ്റമില്ല, നിലവിളിച്ച് നോക്കിയിട്ട് മാറ്റമില്ല. തന്റെ പൊന്നാര മകളുടെ കാലിൽ പിടിച്ചുകൊണ്ട് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയെന്നത് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് കാലിൽ പിടിച്ചുകൊണ്ട് കരയുന്നു, മോളെ, അവൻ നമ്മുടെ മതമല്ല, അല്ലാഹുവിന്റെ ദീനിനെ മറന്നുകൊണ്ട് നീ ഇവിടെ നിന്നിറങ്ങി പോകരുത്, ഞങ്ങളും മരിക്കും പൊന്നുമോള്. ഉമ്മ മരിക്കുമെന്ന് പറഞ്ഞാലും 18 വയസ്സുകാരിയുടെ തീരുമാനത്തിന് മാറ്റമില്ലല്ലോ. നിനക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച പ്രിയപ്പെട്ട തന്റെ പിതാവ് തന്റെ പൊന്നുമകളുടെ കാലിൽ പിടിച്ചിട്ട്, മോളെ ഇറങ്ങിപ്പോകല്ലേ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെട്ടുപോകും, ഇനി തല ഉയർത്തി നടക്കാൻ കഴിയില്ല, ഉപ്പാനെ നീ നാണം കെടുത്തരുത് എന്ന് കരഞ്ഞ് നിലവിളിച്ചിട്ട് പറഞ്ഞിട്ടും അവരുടെ തീരുമാനത്തിൽ മാറ്റമില്ല. നാട്ടുകാരുപദേശിച്ചു നോക്കി, കുടുംബക്കാരുപദേശിച്ചു നോക്കി, പടച്ചവനെ ഖതീബന്മാരും കള്ളിക്കമ്മറ്റിയും സയ്യിദന്മാരും എല്ലാവരും ആവുന്നവരെല്ലാവരും ആ പെണ്ണിനെ ഉപദേശിച്ചല്ലോ. പക്ഷേ തീരുമാനം
തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ. ചാവുമെന്ന് പറഞ്ഞാലും എന്തൊക്കെ സംഭവിക്കുമെന്ന് പറഞ്ഞാൽ നമ്മളുടെ പെൺമക്കളുടെ തീരുമാനത്തിൽ മാറ്റമില്ലല്ലോ. വാപ്പയും ഉമ്മയും എത്ര പറഞ്ഞാലും മക്കൾ അനുസരിക്കുന്നില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, കാരണം എന്തെന്നറിയുമോ? അതിന്റെ കാരണം എന്താ? വൈന തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അല്ലാഹുവിന്റെ കലാമ കേട്ടിട്ട് അവഗണിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, നിസാരമാക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയുമോ? പിന്നെ അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അവന്റെ ഹൃദയത്തിന്റെ അകത്തേക്ക് ഈമാനിന്റെ പ്രകാശം അല്ലാഹു കൊടുക്കൂല. പച്ച മലയാളത്തിൽ പറഞ്ഞ പിന്നെ യമൻ നന്നാകൂല. പെങ്ങളെ, പൊന്നാര മകളുടെ കാൽച്ചുവട്ടിൽ കിടന്ന് കരയുമ്പോ നീ പറഞ്ഞത് അവൾ കേട്ടാലല്ലേ അവൾക്ക് നന്നാകാൻ പറ്റൂ. പ്രായമുള്ള ഉപ്പയുടെ മുന്നില് മോനെ നീ പോയി ഉപദേശിക്കുന്നത് കേട്ടാലല്ലേ നിന്റെ വാപ്പയ്ക്ക് നന്നാകാൻ പറ്റൂ. കേക്കില്ലടാ ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞതല്ല, അല്ലാഹു പറയുകയാ. വൈദ ഖാല മൂസാ ലിഖൗമിഹി യാ ഖൗമി ലിമ തുഅദൂനനി വഖദ് തഅലമൂന അന്നീ റസൂലുള്ളാഹി ഇലൈക്കും ഫലമ്മാ സാഗൂ വസാ അല്ലാഹു ഖുലൂബഹും വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ചെവിയങ്ങടയ്ക്കും പെങ്ങള്, ചെവിയങ്ങടയ്ക്കും ചെറുപ്പക്കാരാ, അല്ലാഹു നിന്റെ ഹൃദയം അങ്ങ് സീല് വെക്കുകയാ. നിന്റെ ചെവിയും അടച്ച് സീല് വെച്ച് കഴിഞ്ഞാൽ, നിന്റെ ചെവിയും നിന്റെ ഹൃദയവും അടച്ചിട്ട് സീല് വെച്ച് കഴിഞ്ഞാ പിന്നെ എങ്ങനെ നന്നാകുമടാ? പിന്നെ എങ്ങനെ നിനക്ക് നന്നാകാൻ കഴിയുക? വൈന തദഊഹും മിനൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ. പിന്നെ ഒരിക്കലും നീ നന്നാകില്ല. പിന്നെ ഒരിക്കലും അല്ലാഹു നിന്നെ നന്നാക്കില്ല. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ചെവിയും അടച്ചു വെക്കും, ഹൃദയവും അടച്ചു വെച്ച് സീല് വെച്ച് കളയും. പിന്നെ നിന്റെ കണ്ണിന്റെ മുന്നിൽ ഖുർആനല്ല എന്തു കൊണ്ടുവന്നാലും നിന്റെ ജീവിതത്തിൽ മാറ്റമില്ല. അതാ കാലി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് ഉമ്മ പറയും, ഞാൻ തൂങ്ങും മോളെ, തൂങ്ങണമെങ്കിൽ തൂങ്ങിക്കോ, എന്റെ കാല് വിട്ടിട്ട് തൂങ്ങ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. വാപ്പ പ്രായമായില്ലേ വാപ്പ, മരിക്കാറായില്ലേ വാപ്പ, പോടാ നിന്റെ പണി നോക്കി, നീ പോയിട്ട് മറ്റൊരു എന്നെ ഉപദേശിക്കാറായോടാ വാപ്പ ചോദിക്ക. മുടി നരച്ചു പോയ തൊലി ചുളിങ്ങി മരണവും കാത്തു കിടക്കുന്ന ഉമ്മ ഒരു ദിക്റ് പറ ഉമ്മ, സീരിയൽ നിർത്തുമ്മ. പറ്റില്ല മോളെ, എനിക്കിത് കണ്ടേ പറ്റൂ. കഞ്ചാവടിക്കുന്നവനെ പോലെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നന്നാകില്ലടോ ചിലര്. നിങ്ങളൊന്ന് ഉദാഹരണം ഞാൻ ചോദിക്കട്ടെ. റമളാൻ 1-ാമത്തെ ദിവസം സർവ്വ ഇബ്ലീസുകളെയും മലക്കുകൾ പിടിച്ച് ചങ്ങലക്കിടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ എല്ലാ ശൈത്താനെയും പിടിച്ച് ചങ്ങലക്ക് ഇടൂലേ? പറകാക്കന്മാരെ ഇടൂലേ? എല്ലാ ശൈത്താനെയും പിടിച്ചിടൂലേ? പറ. സർവ്വ ശൈത്താനെയും ചങ്ങലക്കിടൂലേ? ചങ്ങലക്കിടും. എന്നാലും റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ വീടി വലിച്ച് കിടക്കണ ചില ശൈത്താന്മാരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ലേ? റമളാൻ മാസത്തിൽ നോമ്പും പിടിക്കാതെ മുണ്ടും മടക്കി കുത്തി വീടിയും വലിച്ചു പോണ കാക്കാമാരെ കണ്ടിട്ടില്ലേ? ശൈത്താനെന്ന് വലിക്കരുത്, അതിന് വേറെ വകയാണ്. കാക്കാമാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? ഓന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? ഇല്ലേ? നിന്റെ വീട്ടിൽ കിടക്കണം പ്രായമുള്ള ഉമ്മ രോഗം പിടിച്ചിട്ട് എനിക്ക് നോമ്പ് പിടിക്കണം. നിന്റെ സ്വന്തം 6 വയസ്സ് 7 വയസ്സുള്ള കുഞ്ഞു വന്നിട്ട് പറയണേ എനിക്ക് നോമ്പ് പിടിക്കണം ഉമ്മ. മോളെ നിനക്ക് തല കറങ്ങും. ഇല്ലുമ്മ എനിക്ക് പിടിക്കണം. വാശി. കെട്ടിയവനോ? കഞ്ഞി കൊടുക്കാത്തതിന്റെ പേരിൽ നിന്റെ കോമ്പ് പിടിച്ചു പാട്ടും. ആലോചിക്കുക. ഓന്റെ ശരീരത്ത് കൂടിയിരിക്കുന്ന ശൈത്താൻ ഏതാ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ ചില മനുഷ്യന്മാരുണ്ടോ, അല്ലാഹു നന്നാക്കത്തില്ലവനെ. ഒരാൾക്ക് നന്നാകണമെന്ന് തോന്നിയാൽ മാത്രമേ അല്ലാഹു നന്നാക്കൂ, അല്ലാതെ കുളിപ്പിച്ചെടുക്കൂല്ല. എനിക്ക് നന്നാകണമെന്ന് തോന്നണം എങ്കിലേ അല്ല എന്നെ നന്നാക്കൂ, അല്ലാതെ അല്ല ഒരു സുപ്രഭാതത്തിൽ നന്നാക്കിയെടുക്കൂല. 100 കൊല ചെയ്ത ഒരു മനുഷ്യന്റെ കഥ അറിയില്ലേ? 99 പേരെ കൊന്നു. അപ്പോഴാ അവന് കുറ്റബോധം തോന്നിയേ.
99 പേരെ കൊന്നപ്പോഴാ ആ മനുഷ്യന് നന്നാകണമെന്ന് തോന്നിയ. പടച്ചോനെ, ഞാൻ ചെയ്യണ തെറ്റാണല്ലോ അല്ല, 99 പേരെ ഞാൻ കൊന്നല്ലോ, എനിക്കൊന്ന് നന്നാകണം. ഇവനിങ്ങനെ നടന്നു പോവാ. ഇവനിങ്ങനെ നടന്നു പോകുമ്പോ ഒരു മനുഷ്യൻ നടന്നു വരുന്നു. കാക്കാ, ഞാൻ 99 പേരെ കൊന്നവനാ, അല്ല എനിക്ക് പുറത്തു തരുവോ? ആ കാക്ക പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിനക്കല്ല പുറത്തു തരൂല്ലടാ, നീ 99 പേരെ കൊന്നവനാ, തരൂല. എന്നാ പിന്നെ നീയും കൂടെ പോ, 100 അങ്ങ് തികച്ചു. ഓനെയും കൊന്നു കളഞ്ഞു. 99 പേരെ കൊന്നിട്ട് വരുമ്പോഴാ അവര് കാക്കാനെ കണ്ടത്. കാക്കാനോട് ചോദിച്ചു, എനിക്കല്ല പുറത്തു തരുമോ? നിനക്ക് പുറത്തു വരൂല. എന്നാ പിന്നെ 100 തികച്ചേക്കാ, സെഞ്ചുറി അടിച്ചേക്കാ. ഓനെയും വെട്ടി കൊന്നു കളഞ്ഞു. 100 പേരെ കൊന്നു. എന്നിട്ട് ഓന് കുറ്റബോധം. നടന്നു പോകുമ്പോ ഒരു ഉസ്താദിനെ കണ്ടു. ഉസ്താദെ, 99 100 തികച്ചിട്ട് വരികയാ, അള്ളാഹു എനിക്ക് പുറത്തു തരുമോ? മസ്അല ചോദിക്കുകയാണെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണമെന്ന് ഇവിടുന്ന് പഠിച്ചോണം. മസ്അല ചോദിക്കുകയാണെങ്കിൽ ജാഹിലിനോട് ചോദിക്കരുത്, ആലിമിനോട് ചോദിക്കണം. ഇവിടെ നിന്നാ പഠിക്കണ്ടേ. താടി വളർത്തി എന്ന് പറഞ്ഞ ആലിമാകൂല. കണ്ടവനോടും പോകുന്നവനോടും വഴിയെ പോകുന്നവനോട് മസ്അല ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? മസ്അല അവർക്ക് മറുപടി പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. ഉസ്താദിനോട് ചോദിച്ചു. ആദ്യം കണ്ട ആ കാക്കാനോട് ചോദിച്ചു, ഞാൻ 99 പേരെ കൊന്നു, അല്ല പുറത്തു തരൂ. അയാൾ പറഞ്ഞു പുറത്തു തരൂല്ല. എന്നാ ഓനെ തട്ടി 100 പേരെ കൊന്നിട്ട് പോയപ്പോ, അല്ലാഹുവേ എനിക്ക് പുറത്തു തരൂ ഉസ്താദെ. നിനക്കല്ല പുറത്തു തരൂടാ. ഇതാ ആലിമ്, ഇതാണ് അറിവ് പഠിച്ചവൻ. ആ മനുഷ്യൻ പറഞ്ഞു, നീ 100 പേരെ കൊന്നു, അല്ല നിനക്ക് പുറത്തു തരും. അല്ലാഹു കരുണയുള്ളവനെ, പടച്ചോ നിനക്ക് പുറത്തു തരും. മോനെ, ഈ നാട് നിനക്ക് നല്ലതല്ല, ഇവിടെ നീ ഇനി ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നീ അപ്പുറത്തൊരു നല്ല നാടുണ്ട്, ആ നാട്ടിലേക്ക് പോയി നീ സമാധാനത്തോടെ ജീവിക്ക്. ആ മനുഷ്യൻ പോകുന്ന വഴിയിലാ മരണപ്പെട്ടെ, ഒരു നന്മയും ചെയ്തില്ല. ആ മനുഷ്യൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടു. നരകത്തിന്റെ മലക്കുകളും സ്വർഗത്തിന്റെ മലക്കുകളും വന്നു. ആർക്ക് വേണ്ടി? 100 കൊല ചെയ്തവനെ കൊണ്ടുപോകാൻ. 100 കൊല ചെയ്തവനെ കൊണ്ടുപോകാൻ സ്വർഗത്തിന്റെ മലക്കും വന്നു, നരകത്തിന്റെ മലക്കും വന്നു. എന്നിട്ട് രണ്ടുപേരും കൂടെ തമ്മിലടിയാ, എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. പാപ്പ മരിച്ചപ്പോ സ്വത്തിനായിരുന്നു അടി. നമ്മുടെ വീട്ടിൽ അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉമ്മയുടെ കമ്മൽ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് നീ വലിച്ചൂരി. ഒരെണ്ണം അവിടെ എടുത്തു, ഒരെണ്ണം ഇവിടെ എടുത്തു. എടാ, ഒരു നന്മ പോലും ചെയ്യാതെ 100 പേരെ കൊന്നിട്ട് പോയവന് വേണ്ടി സ്വർഗത്തിന്റെ മലക്കും നരകത്തിന്റെ മലക്കും കൂടെ അടി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി. മധ്യസ്ഥനായിട്ട് മലക്ക് കടന്നു വന്നു. അവസാനം പരിഹാരം പറഞ്ഞു കൊടുത്തു. എന്തേ പരിഹാരം? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മനുഷ്യൻ നിന്ന സ്ഥലവും മരണപ്പെട്ട സ്ഥലവും തമ്മിൽ അളക്കാൻ പറഞ്ഞു. ഏത് സ്ഥലത്തിനോടാണ് അടുത്തിരിക്കുന്നത് ആ സ്ഥലം ആ മനുഷ്യന് സ്വർഗമെങ്കിൽ സ്വർഗം, നരകമെങ്കിൽ നരകം. ആ നല്ല നാട്ടിലേക്ക് അല്ലാഹു ആ മനുഷ്യനെ അടുപ്പിച്ചു കൊടുത്തിട്ട് ആ മനുഷ്യന് സ്വർഗം കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്ത് കേട്ടിട്ട് നീയൊക്കെ കളിച്ച, നീയൊക്കെ നിസാരമാക്കിയ, നീയൊക്കെ അതിനെ നിന്ദിച്ച, റബ്ബ് നിന്നെ കൈവിടും. പിന്നെ ഒരു കാലത്തും നിന്റെ ഹൃദയത്തിലേക്ക് ഈമാനിന്റെ വെളിച്ചം കേറൂല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതിനു പറ്റിയ ഏറ്റവും വലിയ തെളിവ്, ഖുർആനിനെയും നബിയെയും ഹദീസുകളെയും നിന്ദിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാ? മുസ്ലിം തന്നെയാണ്. അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകൾ, നബിതങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ വിമർശിക്കുകയും വളരെ മോശമാക്കുകയും ചെയ്യുന്നതാരാ? നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവർ തന്നെയാ. ഓൺലൈനിൽ കയറിയിരുന്ന് മൊത്തം വിളിച്ചു പറയുന്നത് അതാ, അള്ളാഹു കൈവിട്ട് കഴിഞ്ഞാൽ പോകും, പിന്നെ ഒരു കാലത്തും നിന്നെ ഒന്നും നന്നാക്കാൻ ആരെ കൊണ്ട് കഴിയില്ല. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് പേടിക്കണം സഹോദര. ഖുർആൻ അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം. ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ നീ ഭയക്കണമല്ലോ, നീ പേടിക്കണമല്ലോ. അള്ളാഹുവിന്റെ കലാമാണല്ലോ ഈ പാരായണം ചെയ്യുന്നതെന്നുള്ള ബോധം എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ഇല്ലെങ്കിലോ വൈന തദൂഹും മിനൽ ഹുദാ ഫലയഹ്തദൂ ഇദൻ അബദാ. അല്ലാഹു തരുന്ന ഒന്നാമത്തെ ശിക്ഷയാണല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? സമയമില്ലാത്തത് കൊണ്ട് വിശദീകരിക്കുന്നില്ല. അല്ലാഹു പറയുന്നു രണ്ടാമത്തെ ശിക്ഷ എന്താ? വമൻ അളിലമു മിമ്മൻ ദുഖിറ ബിആയാതി റബ്ബിഹി സുമ്മ അഅറള അൻഹാ ഇന്നാ മിനൽ മുജ്രിമീന മുൻതഖിമൂൻ. രണ്ടാമത്തെ
രണ്ടാമത്തായത്ത് അല്ലാഹു പറയുകയാണ്, എന്റെ പരിശുദ്ധമായ കലാം കേട്ടിട്ട് അവഗണിക്കുന്നവൻ, നിസാരമാക്കുന്നവൻ, നിന്ദിക്കുന്നവൻ, പരിഗണിക്കാത്തവന്, പുച്ഛിച്ചു തള്ളുന്നവന്, കളിയാക്കുന്നവനുണ്ടല്ലോ, അവൻ അല്ലാഹു പറയുന്ന രണ്ടാമത്തെ ശിക്ഷ എന്തെന്നറിയുമോ? നിനക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടടാ, നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടടാ, നീ സൂക്ഷിച്ചോ, നിനക്ക് വേണ്ടി ഭയാനകമായ ശിക്ഷ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ എന്നോടും നിങ്ങളോടും പരിചയപ്പെടുത്തുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ നരകത്തിലിട്ട് കത്തിക്കുന്നത് കല്ലുകളെയും മനുഷ്യനെയുമാണെന്ന് ഖുർആൻ എവിടെന്ന് പറയുമ്പോ നരകം എവിടെയാണ് ഇരിക്കുന്നത്? ആകാശത്തിലാണോ, ഭൂമിയിലാണോ, ഭൂമിയുടെ അടിത്തട്ടിലാണോ, കടലിന്റെ അടിയിലാണോ? പരിഹാസമാ, കളിയാകല, ഇതൊക്കെ ചുമ്മാതെയാണെന്ന് പറയുകയാ, ഇതൊക്കെ നിസാരമായി തള്ളിക്കളയുകയാ. നരകമുണ്ടെന്ന് പോലും ഇന്ന് വിശ്വസിക്കാൻ യുവതലമുറകൾക്ക് വല്ലാത്ത മടിയാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാ മതിയടാ. ഇന്ന് ദുനിയാവിൽ വെച്ച് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നീ കാണുന്ന ഒരു സ്ഥലമുണ്ട് മോനെ, നരകമുണ്ടോ പരലോകമുണ്ടോ എന്ന് കാണുന്ന ഒരു രംഗമുണ്ടടാ. നീയൊക്കെ കാണുമടാ ചെറുപ്പക്കാരാ, എന്റെ പൊന്നു പെങ്ങള്. നാളെ നരകത്തെ കണ്ണിന്റെ മുന്നിലേക്ക് പടച്ചറബ് കൊണ്ടുവരുന്ന ഒരു രംഗമുണ്ട് മോളെ. അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുകയാ, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ പള്ളിപ്പറമ്പിലെ കബറിനകത്ത് നിന്ന് എഴുന്നേക്കുമല്ലോ പടച്ചറബേ. കബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്, എന്നിട്ട് പരലോകത്തേക്ക് കടന്നു പോവുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞല്ലോ, പട്ടിയുടെയും പന്നിയുടെയും കഴുതയുടെയും പേപ്പട്ടിയുടെയും നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, പട്ടിയുടെയും പന്നിയുടെയും കോലത്തിൽ കടന്നു വരുന്നവർ, മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ച് വരുന്നവർ, ഇതുപോലെ നാളെ പരലോകത്തേക്ക് അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ കൊണ്ടുവരുമല്ലോ. നാടുകളെ മേച്ചുകൊണ്ടു പോകുന്നത് പോലെ അല്ലാഹുവിന്റെ മലക്കുകൾ നമ്മളെ കൊണ്ടുവന്ന് നിരത്തി നിർത്തുമല്ലോ. ഒരെണ്ണവും അല്ലാഹു ഉടുതുണിയില്ലല്ലോ, ഔറത്ത് മറച്ചിട്ടില്ല. ഉമ്മ പ്രസവിച്ചിട്ടതുപോലെ ആണും പെണ്ണും ഇങ്ങനെ എഴുന്നേറ്റ് വരികയാ. പടച്ചവനെ, മഴ പെയ്തിട്ട് പോലും എനിക്കും നിങ്ങൾക്കും വിയർക്കുന്നുണ്ടല്ലോ. വല്ലാത്ത ചൂടല്ലേ സഹോദരാ. 15 ലക്ഷം കിലോമീറ്ററുകളിൽ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ആ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞു, പാതിരാത്രി 9:30 കഴിഞ്ഞിട്ടും അതിന്റെ ചൂട് നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇതൊന്നും ഒരു ചൂടല്ലടാ ചെറുപ്പക്കാരാ, ഇതൊന്നുമല്ല പെങ്ങളെ, ഇതൊക്കെ വെറുതാ മോളെ, ഇതൊക്കെ നിസാരമാ മോളെ. ചൂടെന്ന് പറഞ്ഞാൽ എവിടെയെന്നറിയോ? നാളെ ചെമ്പിന്റെ തറയിൽ അല്ലാഹുവിന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമല്ലോ. 15 ലക്ഷം കിലോമീറ്ററുകളിന് മുകളിലല്ല സൂര്യൻ നിൽക്കുന്നത്, ഒരു ചാണ് മുകളില്, ഒരു ചാണ് മുകളില്. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂളാ. വൻദോഷ വണ്ടിയുമായി വരുന്നേക്കാളാ, ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള.
എന്റെ പ്രിയപ്പെട്ടവരെ, അതാ ചെളിയുള്ള മണ്ണിനകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന കട്ടയുണ്ടല്ലോ, അതിങ്ങനെ അച്ചുവെച്ചെടുത്തിട്ട് വെയിലത്ത് വെച്ചുണക്കുമല്ലോ. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അടുക്കിയിട്ട് പച്ച വിറകിട്ട് കത്തിക്കുന്ന ചൂള കണ്ടിട്ടുണ്ടോ? അതൊന്നുമല്ലടാ ചെറുപ്പക്കാരാ, പണ്ട് കാളവണ്ടിക്കകത്ത് ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളയെ കണ്ടിട്ടില്ലേ? അതിന്റെ വായിലൂടെ പതയും നൊരയും വരുമല്ലോ. ഇതുപോലെ വരുമടാ നാളെ പരലോകത്ത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അടുപ്പിൽ കിടന്ന് ചോറ് തിളയ്ക്കുമല്ലോ. ചോറ് തിളച്ചിട്ട് പാത്രത്തിന്റെ മുകളിലൂടെ തിളച്ചിങ്ങനെ മറിയുമ്പോ തീയണയ്ക്കുന്ന ഉമ്മ, നാളെ പരലോകത്ത് നീ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുമടി പെങ്ങളെ. തലച്ചോറ് തിളച്ചിട്ട് സുബ്ഹാനല്ലാഹ് മുഖത്തുകൂടെ ഇങ്ങനെ ഒലിക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. ആ അല്ലാഹുവിന്റെ കോടതിയുണ്ടല്ലോ, ആ കോടതിയിൽ പേടിച്ച് വിറച്ചുകൊണ്ട് തലതാട്ടി പിടിച്ച് നിലവിളിച്ചുകൊണ്ട് നിൽക്കുമ്പോ നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് മുഖറബുൽ അംലാക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു ചെല്ലുകയാ. മാലികേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. മാലിക് ചോദിക്കുന്നു, ഞാൻ എങ്ങനെ കൊണ്ടുവരാനാ? അല്ലാഹുവിന്റെ കൽപ്പനയാണ് മാലിക്. ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ച റബ്ബിന്റെ കൽപ്പനയാ. പടച്ചവനെ കരയുകയാണ്. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, തന്റെ അനുയായികളെ വിളിച്ചു കൂട്ടുകയാണ്. നരകത്തിന്റെ ഒരു മൂലയിലേക്ക് കടന്നു പോവുകയാണ്. ചങ്ങലയെടുത്തുകൊണ്ട് വരാൻ കൽപ്പിക്കുകയാണ്. മലക്കുകൾ ചങ്ങലയെടുത്തുകൊണ്ട് വരികയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കുകയാണ്. ഒന്നല്ല രണ്ടല്ല, 1000 ചെറുപ്പക്കാരാ. 70,000 ചങ്ങലകളില് 70,000 ചങ്ങലകളില് നരകത്തെ ഇങ്ങനെ ബന്ധിപ്പിക്കുകയാ. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകളാ. ഒരു ചങ്ങലയിൽ പിടിക്കുന്നത് 70,000 മലക്കുകളാ. റബ്ബേ, 70,000 ചങ്ങലകളില് ഒരു ചങ്ങലയിലെ 70,000 മലക്കുകള്. അവര് കരയുകയാ, അവര് പേടിക്കുകയാ, അവര് തലതാട്ടി പിടിക്കുകയാ. ഈ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ വലുപ്പം അറിയുമോ? ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകളുണ്ടല്ലോ, ചങ്ങലയിൽ ഇങ്ങനെ കൊളുത്തുകളുണ്ടല്ലോ. എടാ, നരകത്തെ വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയുടെ ഒരു കൊളുത്തിന്റെ വലിപ്പ് ഈ കാണുന്ന ദുനിയാവുണ്ടല്ലോ, ഈ കാണുന്ന പ്രപഞ്ചമുണ്ടല്ലോ, ഈ പ്രപഞ്ചത്തിനെക്കാളും വലുതാ. ഇങ്ങനെയുള്ള ചങ്ങലയിൽ ബന്ധിപ്പിച്ചു ആ നരകത്തെ ഇങ്ങനെ കൊണ്ടുവരുമ്പോ നീ അല്ലാഹുവോട് പറയുമടാ, ഇന്ന് നരകമില്ലെന്ന് പറയുന്നവന്, നിസാരമാക്കി കളയുന്നവന് ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗം കാണുമ്പോ അവിടെ നിന്നുകൊണ്ട് പറയുന്നു, റബ്ബനാ അബ്സർനാ വസമിഅനാ ഫർജിഅനാ. ആ നരകത്തെ കൊണ്ടുവരുന്ന രംഗം അങ്ങനെ കണ്ണുകൊണ്ട് കാണുമ്പോ നീ തന്നെ വിളിക്കുന്നു, അല്ലാ പടച്ചവനെ കണ്ടു റബ്ബേ, എന്റെ കണ്ണുകൊണ്ട് കണ്ടു റബ്ബേ, നരകത്തിന്റെ വലിപ്പം കണ്ടു റബ്ബേ, നരകത്തിന്റെ തീ കണ്ടു റബ്ബേ, നരകത്തിന്റെ ശിക്ഷ കണ്ടു റബ്ബേ, നരകത്തിന്റെ ഭയാനകമായ അവസ്ഥകളെ കുറിച്ച് കണ്ടു റബ്ബേ. വസമിഅനാ, ആ നരകം കടന്ന് വിളിക്കുന്നത് ഞാൻ തന്നെ കേട്ടല്ലോ. അതുകൊണ്ട് ഫർജിഅനാ,
എനിക്കൊരവസരം തരണേ എന്ന നാളെ കടന്ന് തെണ്ടുമെന്ന് ഖുർആൻ പറയുകയാ. അതുകൊണ്ട് അല്ലാഹു പറയുകയാ, എന്നെ മറന്നു നടന്നൂടാ, നിനക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട യുവത്വേ, ജീവിതം ആസ്വദിക്കാനുള്ളതല്ലടോ. കണ്ടുപിടിക്കാനും വ്യഭിചരിക്കാനും പലിശ തിന്നുവാനും തോന്നിവാസം കാണിക്കാനും ഉള്ളതല്ലടാ ഈ അല്ലാഹു തന്നിരിക്കുന്ന ജീവിതം. ഇത് അല്ലാഹു നിനക്ക് തന്നിരിക്കുന്നത് ഞാൻ പറയുന്ന രീതിയിൽ അനുസരിക്കാരാ. പടച്ചവന് ഉസ്താദന്മാരെന്ന് പറയുമ്പോ കണ്ടുകുടിക്കരുതെന്ന് പറയുമ്പോ, കഞ്ചാവടിക്കരുതെന്ന് പറയുമ്പോ, വ്യഭിചരിക്കരുതെന്ന് പറയുമ്പോ, പലിശ തിന്നരുതെന്ന് പറയുമ്പോ, പടച്ചവന് ഇതൊക്കെ വെറുതെയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന കാലവാ. അല്ലാഹുവിന്റെ പള്ളിയിൽ നിന്ന് 5 നേരം വിളിക്കും, ഹയ്യ അലസ് സലാ, ഹയ്യ അലൽ ഫലാ, വാടാ വിജയത്തിലേക്ക് വാടാ, നിസ്കരിക്കാൻ വാടാ, രക്ഷപ്പെടുവാടാ. പിന്നെ അത് പ്രായമുള്ള ഉപ്പമാർക്കും ഉസ്താദന്മാർക്കും ഉള്ളതാ. നമുക്കോ കണ്ണിന്റെ മുന്നിലൂടെ പ്രായമുള്ള വാപ്പ നടന്നു പോകും പള്ളിയിലേക്ക്, ഇവൻ വെറുതെ മൊബൈലും കുത്തിയിരിക്കും, എന്നാലും കേറൂല. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ കാലഘട്ടം അല്ലാഹുവിന്റെ ഖുർആൻ കള്ളുകുടിക്കരുത്. ഇപ്പൊ ആരും കള്ളൊന്നും കുടിക്കത്തില്ല. ഇപ്പൊ കൂടിയ ഐറ്റങ്ങളെ കഞ്ചാവ്, മയക്കുമരുന്നൊക്കെ, MDMA ഒക്കെ അടിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ കാക്കുമാറാകട്ടെ. ആറ്റം സാധനം ചെറുതൊക്കെ പോയിട്ട് അടിച്ച 12 മണിക്കൂർ കറങ്ങിക്കിടക്കുന്ന വെറൈറ്റി ഐറ്റം അടിച്ചുകൊണ്ടിരിക്കണം നമ്മുടെ മക്കള്. അല്ലാഹു കാക്കുമാറാകട്ടെ. പണ്ട് മണത്ത് പിടിക്കാം, ഇപ്പം മണത്താ പോലും കിട്ടൂല. ഇപ്പൊ മണത്താ പോലും കിട്ടാത്ത ഐറ്റങ്ങളെ നമ്മുടെ മക്കൾ അടിക്കുന്നത്. അല്ലാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരുമാറാകട്ടെ. ഉസ്താദ് പറയുന്നടാ, മുടി വെട്ടടാ, എടാ പറവയെ പോലെ നടക്കല്ലേടാ, കാട് പിടിച്ച് കിടക്കുന്നടാ. പിന്നെ ഉസ്താദിന് വല്ല അറിയാവോ? ഉസ്താദിന് പൊന്നുമോനെ നീ വീടല്ലേടാ, സ്വർഗത്തിൽ നിന്ന് വിടൽ. അല്ലാഹുവിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഉസ്താദന്മാര് പറയും മുടി വെട്ടണം. മുടി വിട്ടു നമ്മുടെ മക്കള്. ഉമ്മ ബാക്കിലോട്ട് മുടി വളർത്തുന്നു, മോൻ ഫ്രണ്ടിലോട്ട് വളർത്തുന്നു. എല്ലാം ജോഡി അല്ലേ? നീ ബാക്കിലോട്ട് വളർത്തുന്നു, മക്കള് ഫ്രണ്ടിലോട്ട് വളർത്തുന്നു. ഇത്ര വ്യത്യാസമേ ഉള്ളൂ. കോലമെല്ലാം കണക്ക് തന്നെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. താത്താമാരിരുന്ന് ചിരിക്കുവാ, പടച്ചോനെ നീയൊക്കെയാ നൊന്ത് പ്രസവിച്ച കഥ പറയുന്നത്. പോട്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇന്നത്തെ കാലഘട്ടം അങ്ങനെയായി മാറി. എന്റെ പ്രിയപ്പെട്ടവര്, വ്യഭിചരിക്കരുത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിഷ. വ്യഭിചരിക്കരുതെന്ന് പറഞ്ഞില്ല, വ്യഭിചാരത്തിനോട് അടുക്കരുതെന്ന ഖുർആൻ പറഞ്ഞു. ഇപ്പം നിങ്ങൾ നോക്കിയാൽ, പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഇന്നലെ ഒരു നോട്ട് വായിച്ചിട്ട് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു പോയി. പടച്ചോനെ, ഇന്നത്തെ അവസ്ഥയെ കുറിച്ച്. എടോ, പണ്ട് ആൺകുട്ടികൾ വേറെ, പെൺകുട്ടികൾ വേറെ സ്കൂളിൽ. കുറച്ചു കഴിഞ്ഞപ്പോൾ ആൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്, പെൺകുട്ടികൾക്ക് വേറെ ബെഞ്ച്. ഇപ്പൊ പറയുന്നു ഒരുമിച്ചിരുന്നോളാം. എന്തൊരു കാലാലോചിക്ക്. ആണും പെണ്ണും ഒരുമിച്ചിരിക്കണം. എടോ, അതൊക്കെ പോകട്ടെ. ഏറ്റവും കൂടുതൽ പടച്ചവനെ, ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ കാര്യങ്ങൾ പരസ്പരം ഷെയർ ചെയ്യണം. എന്താണെന്ന് തങ്ങളിരിക്കുന്നുണ്ട്, ഞാൻ പറയണില്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉദാഹരണ സഹിതം നമ്മുടെ ഗവൺമെന്റ് എഴുതി വിട്ടിട്ടുണ്ട്. ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും പരസ്പരം അവരുടെ പേഴ്സണൽ വിഷയങ്ങൾ ചർച്ച ചെയ്യണം. ടീച്ചർമാര് പഠിപ്പിച്ചു കൊടുക്കണമെന്നാ പറഞ്ഞ്. അല്ലാഹു അലം. വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കണമെന്ന് എങ്ങനെയാ പഠിപ്പിക്കുമെന്ന് ടെൻഷൻ അടിച്ച ഉസ്താദന്മാരെ നമ്മളൊക്കെ. മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയോട് വലിയ അശുദ്ധി ഉണ്ടായാൽ കുളിക്കേണ്ടത് എങ്ങനെയാ, വലിയ അശുദ്ധി എന്താ? അല്ലാഹുവേ, ഫർളായ കുളിയെ കുറിച്ച് പറയുമ്പോ ഉസ്താദ് ആകാശവും ഭൂമിയും നോക്കിയിട്ടാ പറയണേ. ഇപ്പൊ പറയുന്നു ടീച്ചർ വിശദീകരിച്ചു കൊടുക്കണം. ഇതിന്റെ പ്രതിഫലം എന്താ, ഇതിന്റെ പ്രയോജനം എന്താ? സ്വർഗത്തിൽ പോകുന്നതിന്റെ അല്ല, സ്വർഗത്തിൽ പോകുന്നതിന്റെ പ്രതിഫലമല്ല, ഇത് ചെയ്താൽ കിട്ടുന്ന പ്രയോജനത്തെ കുറിച്ച് ടീച്ചർ പറഞ്ഞു കൊടുക്കണം. എന്റെ കൂടെ വന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ വല്ലതും സ്കൂളിൽ പോയാൽ മതിയായിരുന്നു, ഈ കാലഘട്ടത്തിൽ വല്ലതും പോയാൽ മതിയായിരുന്നു. കാരണം എന്ത്? എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. എവിടെ എത്തിയടോ നമ്മുടെ കാലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പടച്ചവനെ, ഒരു ഹദീസ് ഉണ്ട്, ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോ റോഡിൽ കടന്ന് വ്യഭിചരിക്കും. എടാ ചങ്ങാതി, ഒന്ന് മാറിക്കിടക്കടാ എന്ന് പറയുന്ന കാലം വരുമെന്ന്. അന്ന് ഹദീസ് പഠിച്ചപ്പോ തിരിഞ്ഞില്ല, ഇപ്പൊ ചെറുതായിട്ട് തിരിയുന്നുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചുമ്മാതല്ല പെങ്ങളെ നബിതങ്ങൾ പറഞ്ഞത്. 3 പെമ്മക്കളുള്ള താത്താമാരെ 3 ഉള്ളത്, ഒരെണ്ണേ ഉള്ളോ? സുബ്ഹാനല്ലാഹ്. 2 ഉള്ളത് അവിടെയും കുറവാ. 2 പെമ്മക്കളുള്ളവർ കൈവക്കുറോ? കെട്ടിക്കാനൊന്നുമല്ല. 3 ഉള്ളവര്, ഒരെണ്ണമെങ്കിലും ഉള്ളവര്. നബിതങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾക്ക് അല്ലാഹു 3 പെൺമക്കളെ കൊടുത്തു,
ആ 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി അവരെ വിവാഹം കഴിച്ചു വിട്ടാൽ ആ വാപ്പയും ഉമ്മയും സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 പെൺമക്കളെ നല്ല നിലയിൽ വളർത്തി വിവാഹം കഴിച്ചു കൊടുത്ത സ്വർഗത്തിൽ അവരെന്റെ കൂട്ടുകാര്. ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല. 3 പെൺമക്കളെ വളർത്തിയാൽ അത്ര ത്യാഗമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ നിങ്ങളൊക്കെ. ഒരു സഹാബി ചോദിച്ചു, എനിക്ക് 2 ഉള്ളൂ, നീ രക്ഷപ്പെടുമെന്നാ പറഞ്ഞ്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരെണ്ണം പോലും ഇല്ലാത്ത പാവപ്പെട്ട ഞങ്ങളെ പോലുള്ളവർക്ക് അള്ളാഹു ഒരെണ്ണമെങ്കിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വലിയ ത്യാഗവ സഹോദരങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ വളർത്തല് നീ ഒന്നും അറിയുന്നില്ല. നീ കേറിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ നിന്റെ മോളിലെ വെറൈറ്റി വീഡിയോ കാണാം. ഇന്ന് പെൺകുട്ടികൾ ഫർദ ധരിച്ച ഹിജാബ് ഇട്ട പെൺകുട്ടികളുടെ വീഡിയോകൾ ഒന്നും അറിഞ്ഞിട്ടില്ല. നമ്മളിങ്ങനെ പതുക്കെ നടക്കുന്ന വീഡിയോ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, എടുത്തു നോക്കിയാൽ മതി. പടച്ചോനെ, എന്തെല്ലാം അനാചാരങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ഇടയിൽ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഇതൊക്കെ ഉസ്താദന്മാര് പറഞ്ഞാൽ പറയും, ഓൻ ഇതുവരെ തലയുടെ ഓടവട, ഓൻ ഇതുവരെ ബോധം വന്നിട്ടില്ല. ഏതോ കാട്ടറബി പണ്ടത്തെ 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കായി ചങ്ങാതി ഒന്നും മനസ്സിലാകണില്ല എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കുന്ന കാലം. ഇവിടെ മക്കൾ വളരെ വിഷയമാണ് സഹോദരങ്ങളെ. ഇന്നത്തെ പെൺകുട്ടികളൊക്കെ, ഇന്നത്തെ കല്യാണമൊക്കെ, ഇപ്പൊ കല്യാണം കണ്ടിട്ടുണ്ടോ? പണ്ടത്തെ പോലൊന്നും അല്ല. ഇപ്പൊ 5 ദിവസത്തെ കല്യാണമാണ്. മരിച്ച വീട്ടിൽ 11 വരെ ഖുർആൻ വന്ന പോലെ ഇപ്പൊ പടച്ചോനെ 5 ദിവസത്തെ കല്യാണം. വെള്ള കല്യാണം, ചുമന്ന കല്യാണം, കറുപ്പ് കല്യാണം, പച്ച കല്യാണം, മഞ്ഞ കല്യാണം, എന്നിട്ട് അവസാനം ഒടുക്കത്തെ കല്യാണം, സർവ്വ കല്യാണം, ഗാനമേള. പണ്ട് സിനിമാ പാട്ടായിരുന്നു, ഇപ്പൊ മാപ്പിളപ്പാട്ടാ മൊത്തം. പടച്ചോനെ, താത്താമാരങ്ങട്ട് ഈ കിളവിമാരുടെ ആട്ടവ സഹിക്കാൻ പറ്റാത്ത. തങ്ങള് പോയി രക്ഷപ്പെട്ടു അൽഹംദുലില്ലാഹ്. താത്താമാര് സങ്കടം എന്തെന്നറിയോ? പടച്ചവനെ, സിനിമാ നടിമാര് പോലും തോറ്റുപോകും. അത്രയ്ക്കും ഡാൻസാ ഉമ്മമാര്. വീട്ടിലിരുന്ന് ആടിയിട്ട് ലൈവിട്ടേക്ക, യൂട്യൂബിൽ കിടപ്പുണ്ട് പൈസ ഉണ്ടാക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീയൊക്കെ ഊപ്പാട് വരും നിന്റെയൊക്കെ അല്ലേ. കുറച്ചു കാലം മുമ്പ് വരെ ചാമ്പലായിരുന്നു. ചാമ്പിക്കോ അതായിരുന്നു കൊച്ചാലം. ഇപ്പൊ ചാമ്പി തീർന്നു അല്ല അല്ലേ? ആണും പെണ്ണും ഇങ്ങനെ ചാമ്പി നടക്കായിരുന്നു. പറയണ ഇങ്ങനെ ഇരിക്കും. ഒരു ചങ്ങാതി വന്നിട്ട് ചാമ്പിക്കോ, അല്ല നാളെ എടുത്തിട്ട് ചാമ്പു ആമിന നീക്ക് തയ്യാറായിക്കും. ഞാൻ ആലിക്കാറുണ്ട്. പടച്ചറപ്പ് വിടുവെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്കൊക്കെ? അല്ല വിടുവെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിങ്ങനൊക്കെ പറയും. ഉസ്താമാരിങ്ങനെ ഭയപ്പെടുത്താൻ പറയണം. നിങ്ങൾ അല്ലെത്താമാര് അല്ല വിടൂല്ല ചങ്ങാതി. പടച്ച റബ്ബ് പിടിക്കുന്ന് പറഞ്ഞാൽ പിടിക്കും. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിനക്ക് ഈ ആയുസ് നിനക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം. ലോട്ടറി എടുക്കല്ലേടാ ചങ്ങാതി. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? പലിശയെ കുറിച്ച് അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? 25 കോടി മയങ്ങിക്കിടക്കായി. 25 കോടി. അല്ലാഹുവേ, ഉസ്താദ് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബർ, അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ഉസ്താദ് നിസ്കാരം കഴിഞ്ഞിട്ട് നെഞ്ചു പൊട്ടിയിട്ട് ദുആ ചെയ്യാ. തൊട്ടു പുറകിരിക്കണ ചങ്ങാതി പറയുന്നുണ്ട് ആമീൻ ആമീൻ ആമീൻ. ഉസ്താദ് ഈ ആമീൻ പറയുന്ന ശബ്ദം കേട്ടിട്ട് ആരാ അല്ലാ പള്ളിയിൽ ഇത്രയും ശബ്ദത്തിൽ ആമീൻ പറയണത്? ഇതുവരെ കേട്ടിട്ടില്ല അല്ലല്ലാ. ഉസ്താദ് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചങ്ങാതി ഇരുന്നിട്ട് ഉറക്ക ആമീൻ പറയുന്നുണ്ട്. പോക്കറ്റിൽ കാരുണ്യയുടെ ലോട്ടറി തെളിഞ്ഞു കാണുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്നാലോചിക്ക്, ഞാൻ 2 ദിവസം മുമ്പ് കാഞ്ഞിരപ്പള്ളി വരെ പോയി. കാഞ്ഞിരപ്പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയിൽ ഒരു അമ്മുമ്മ എൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഓണ ബമ്പറ മോനെ, ഓണ ബമ്പറ വേണോന്ന്. 25 കോടിയാ ഓണ ബമ്പർ വേണോ? ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് എടുത്തുകൂടാ. ആ അമ്മ ചോദിച്ച മറുപടി കേട്ടിട്ട് എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ അമ്മ എന്നോട് ചോദിച്ചത്, പണ്ട് നമ്മുടെ മുന്നിൽ ആരെങ്കിലും ലോട്ടറി ആയിട്ട് വരുവോടോ? ഒരു ഉസ്താദിന്റെ മുന്നിൽ വരുവോ? വരില്ല. ഇപ്പൊ നമ്മുടെ മുന്നിൽ അവര് വരും. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് എടുത്തുകൂടാ, ഇതെടുക്കാൻ പാടില്ലാത്തതാ എന്ന് പറഞ്ഞപ്പോ ആ അമ്മ എന്നോട് പറയുന്നു, മോനെ ഞാൻ നിങ്ങളുടെ ആളുടെ കടയിലെ ഏജന്റ് ആണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എവിടെ? ഞാൻ നിങ്ങളുടെ ഒരാളുടെ കടയിൽ നിന്നാ ഞാനിത് എടുത്തിട്ട്, ഞാൻ അവിടുന്ന് കമ്മീഷൻ എടുത്തിട്ട് വരുന്ന ആളാ. മാറിക്കേ. ബിസ്മില്ലാ ലക്കി സെന്റർ. അല്ലാഹു കാക്കുമാറാകട്ടെ. എവിടത്തെ ഉമ്മത്ത്, എവിടെ ബറക്കത്തറിയില്ലെന്ന് ആരാ പറഞ്ഞു? ആരടോ പറഞ്ഞത്? ഇന്ന് പല ഇവിടെ അങ്ങനത്തെ പേരുള്ള ലക്കി സെന്റർ ഒന്നും ഇല്ലല്ലോ. നീ ഓൻ വിചാരിക്കുക ഞാൻ ഓനെ പറഞ്ഞാണ്. അല്ലാഹു കാക്കുമാറാകട്ടെ. പേര് പറഞ്ഞതേ ഉള്ളൂടോ. പിന്നെ അങ്ങനെയായി. അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ ആരും കാരുണ്യ ലോട്ടറിയൊക്കെ എടുക്കണവരുണ്ടല്ലേ? ലോട്ടറി ഓണ ബമ്പർ 25 കോടി.
നീ അതിനെക്കുറിച്ച് തിരിയാഞ്ഞിട്ടാടോ? ഒരിക്കലും പൈസ നിന്റെ സമ്പത്തിൽ വന്നാൽ സമ്പത്ത് വർദ്ധിക്കത്തില്ല, ഉള്ളതും കൂടെ അടകായിട്ടങ്ങ് പോകും. അള്ളാഹു കാക്കമാറാകട്ടെ. അതിതുവരെ തിരിഞ്ഞിട്ടില്ലേ? ഒരിക്കലും പലിശയുടെ പൈസ നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല. നീ എന്തേ ആയത്തും ഹദീസും നോക്കാത്തെ? ആയത്തും ഹദീസും നോക്കാത്തത് എന്തേ? എടോ, പലിശയുടെ പൈസ ഒരിക്കലും നിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കത്തില്ല, അടങ്കലോടെ കൊണ്ടുപോകുന്ന. ഇതുവരെ പഠിച്ചിട്ടില്ല? ലോൺ എടുത്തപ്പോ നിനക്കത് തിരിഞ്ഞില്ല ഇതുവരെ? മാന്യമര്യാദയ്ക്ക് ജീവിച്ചിരുന്ന എന്ന് നീ ലോൺ എടുത്തോ അന്നത്തോടെ നിന്റെ കുടുംബത്തിന്റെ കുളം തോണ്ടിയില്ലേ? എന്ന് നീയൊക്കെ കൊണ്ടുപോയി സ്വർണം വെച്ച് പണയത്തിനെടുത്തോ അന്നത്തോടെ റബ്ബിന്റെ സഹായം പോയില്ലേ? ഇതുവരെ തിരിഞ്ഞില്ലേ കാക്കാമാരെ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇതൊക്കെ അറിയാം, എല്ലാവർക്കും ഇതറിയാം. എന്നാലും നിസ്സാരം. ഇതൊക്കെ നിസ്സാരം. ഈ ചങ്ങാതി എന്താണ് പിന്നെ എങ്ങനെ വീട് വെക്കും? ഉസ്താദ്, ഇപ്പൊ ലോൺ എടുത്തില്ലെങ്കിൽ എങ്ങനെ വീട് വെക്കും? നിന്റെ വാപ്പ ലോൺ എടുത്തിട്ടാ വീട് വെച്ച്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ വാപ്പായി ഒരു വീട് കെട്ടിയല്ലോ, അങ്ങനെ ലോൺ എടുത്തിട്ടാ കെട്ടിയേ കാക്കാമാര്? നിങ്ങളുടെ പെമ്മക്കളെ കെട്ടിക്കണ്ടേ ഉസ്താദേ? വാപ്പ വിരിവെടുത്തിട്ടാ കെട്ടിച്ച്? ആരാ പറഞ്ഞതൊക്കെ? ഇതൊക്കെ ആരാടോ പറഞ്ഞു തന്നത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കലും നമ്മൾ ഹറാമിലേക്ക് കൈവച്ചു കഴിഞ്ഞാൽ പോയി. ഈ ഹാജറ ബീവിയുടെ ചരിത്രം വായിച്ചു നോക്ക്. പെണ്ണുങ്ങളൊക്കെ പഠിക്കണം. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പ്രസവിച്ച് കിടക്കുന്ന ഭാര്യയായ ഹാജറ ബീവിയെയും ചോര കുഞ്ഞിനെയും കടിക്കാനുള്ള അല്പം ഭക്ഷണവുമായി കൊടുത്തിട്ട് 2 മലകൾക്ക് നടുവിൽ സഫാ മറുവ എന്ന് പറയുന്ന 2 മലകൾക്ക് നടുവിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടിട്ട് ഈ ചങ്ങാതി തിരിഞ്ഞു നോക്കാതെ പോവാ. ഹാജറ ബീബി റളിയല്ലാഹു തആല, നിങ്ങൾക്കറിയോ, ഒരു പറവ് പോലുമില്ല, വെള്ളമില്ല, ജനവാസമില്ല, വന്യമൃഗങ്ങൾ മാത്രമുള്ള 2 മലകൾക്ക് നടുവിൽ ഒരു ചോര കുഞ്ഞിനെയും ഒരു പ്രസവിച്ച ഭാര്യയെയും കൊണ്ടുവന്ന് ഇറക്കി വിട്ടു. ഇബ്രാഹിം നബി തിരിച്ചു പോകുമ്പോ ഹാജറ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്തേ നിങ്ങളെ ഇവിടെ ഇട്ടിട്ട് പോവാണോ? ഞങ്ങളെ ഇവിടെ വിട്ടിട്ട് നിങ്ങൾ പോകുകയാണോ? ഇബ്രാഹിം നബി ഒന്നും മിണ്ടിയില്ല. രണ്ടാമതും ചോദിച്ചു, നമ്മളെ വിട്ടിട്ട് പോകുകയാണോ? മിണ്ടിയില്ല. മൂന്നാമത് ഹാജറ ബീബി ചോദിച്ചു, സ്വന്തം തീരുമാനമാണോ അള്ളാന്റെ തീരുമാനമാണോ? നിങ്ങൾ സ്വന്തം തീരുമാനമാണോ പടച്ചറപ്പ് പറഞ്ഞിട്ട് ചെയ്യാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, ഹാജറ അള്ളാഹുവിന്റെ തീരുമാനമാ. എന്നാ തിരിഞ്ഞു നോക്കാതെ പൊക്കോളാനാ പറഞ്ഞത്. എന്നാ തിരിഞ്ഞു നോക്കാതെ പൊക്കോ, ഞങ്ങളുടെ കാര്യം റബ്ബ് നോക്കിക്കൊള്ളും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയായി, ദുനിയാവിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാമല്ലോ, ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ, ഇഷ്ടമുള്ളത് ധരിക്കാമല്ലോ, ഏത് കോലത്തിൽ വേണമെങ്കിലും നടക്കാമല്ലോ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കാമല്ലോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ജീവിച്ചോ. പക്ഷേ ഒന്ന് നിങ്ങൾ മറന്നു പോകരുത്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഏത് ആയത്ത് മറന്നു പോയാലും ഞാൻ ഈ പറയുന്ന ആയത്ത് മറക്കല്ലേ. ഇത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്ത് എഴുതി വെച്ചോ. ഏതായത്ത് മറന്നാലും ഖുർആനിലെ ഈ ഒരു ആയത്ത് മാത്രം ഞാനും നിങ്ങളും മറക്കരുത്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.